പാർലറാ? അതെന്തൊന്നിപ്പ സാധനം? മുത്തശ്ശി നടത്തുന്ന ഐസ്ക്രീം പാർലർ ആയിരിക്കും. അതൊന്നല്ലടാ മണ്ട, എന്റെ അച്ഛനും പറയുന്നത് കേട്ടു. എന്തെന്ന് പറഞ്ഞിന്? കഥകളും പാട്ടുകളും കടകഥകളും പഴഞ്ചൊല്ലുകളും വായ്മൊഴികളൊക്കെ പറഞ്ഞിരുന്ന ഒരു മുത്തശ്ശി ഉണ്ടത്രേ. ഹായ് മുത്തശ്ശിയോ, എത്ര നാളായി മുത്തശ്ശിയെ കണ്ടിട്ട്, എത്ര നാളായി മുത്തശ്ശി കഥകൾ കേട്ടിട്ട്. നമുക്ക് പോയാലോ? വെറുതെ പോയാൽ പോരാ, അത് മുത്തശ്ശി പാർലറാ. ടിക്കറ്റ് എടുത്താലേ അകത്ത് കയറാൻ പറ്റൂ. ഒരു ടിക്കറ്റിന് 100 രൂപ. അകത്ത് കയറിയാൽ 1 മണിക്കൂർ കഥയും പാട്ടും കേട്ട് കഴിയാം. പണം പ്രശ്നമല്ല, ഡാഡിയോട് പറഞ്ഞാൽ കിട്ടും. മാഡത്തിന്റെ കഥയൊക്കെ മഹാബോറാ. മുത്തശ്ശി കഥയും ബോറായാലോ? ബോറായാലെന്താ, നമുക്കൊരു മുത്തശ്ശിയെ കാണാലോ. മുത്തശ്ശിയുടെ വാക്കുകൾ കേൾക്കാലോ. നമുക്ക് നാളെ തന്നെ പോകാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും മുത്തശ്ശി പാർലറിനകത്തേക്ക് സ്വാഗതം. 1 മണിക്കൂർ നേരം കഥകളുടെ കെട്ടഴിച്ച് നാണി മുത്തശ്ശി നിങ്ങൾക്കരികിലെത്തും. കഥയ്ക്കനുസരിച്ച് ഞങ്ങളുടെ പുത്തൻ സാങ്കേതിക വിദ്യകൾ നിങ്ങളെ കഥയുടെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോകും. കഥാവരണത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുകയായി. ഒരിക്കൽ കൂടി ഏവർക്കും മുത്തശ്ശി പാർലറിലേക്ക് സ്വാഗതം. എന്റെ മക്കളെ, നിങ്ങൾ എത്തിയോ? മുത്തശ്ശിക്ക് നിങ്ങളെയൊക്കെ ഇഷ്ടമായി. നിങ്ങൾക്കും മുത്തശ്ശി ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ? ഇതെന്തൊരു ചോദ്യമായി മുത്തശ്ശി ചോദിക്കണത്? കഥകൾ കേൾക്കാനാണല്ലോ പണവും മുടക്കി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ശരി, എന്നാ നമുക്ക് കഥ തുടങ്ങാം അല്ലേ? മുത്തശ്ശിയുടെ എല്ലാ മക്കളെയും കൂട്ടി ഞാനൊരു യാത്ര പോവുകയാണ്. എവിടേക്കെന്നോ? കുറ്റിവയൽ എന്ന പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തിലേക്ക്. മക്കള് വാ. പൊന്നും തേനും ചാലിച്ചു നൽകി അമ്മതൻ പൂവിരൽ, അമ്മതൻ പൂവിരൽ. കൊഞ്ചലിൻ വാങ്മയം തൂവി എന്നാവിൽ അമ്മിഞ്ഞ പാൽ മധുരം. പെറ്റമ്മയോടൊപ്പം പോറ്റുന്നിതെന്നെ അമ്മ മലയാളം, അമ്മ മലയാളം. മാവേലിപ്പാട്ടെൻ്റെ താളത്തിലാടുന്നു മംഗല്യ ചിങ്ങക്കതിർ. ദാനത്തിനില്ലെന്നും തോൽവിയെന്നോതുന്നു ഓണനിലാവൊളികൾ. സന്ധ്യാപ്രണാമത്തിൽ സർവരുമൊന്നെന്ന് വള്ളത്തോൾ പാട്ടലകൾ. ആടുന്ന പൊന്മയിൽ പീലിയിൽ വായിക്കാം അദ്ഭുത സന്ദേശങ്ങൾ. പെറ്റമ്മയോടൊപ്പം പോറ്റുന്നിതെന്നെ അമ്മ മലയാളം, അമ്മ മലയാളം. ശാരിക പാടി
ആയിരം സങ്കൽപ്പങ്ങൾ. മക്കളെ ഇതെന്താന്നറിയോ നിങ്ങൾക്ക്? ഇതാണ് പത്തായത്തിന്റെ ഉൾവശമായത്. ഇതിനകത്താണ് പണ്ട് കാലത്ത് നെല്ല് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ചേരുന്ന ഗാഥയിൽ അലിയുന്നിതൂത്തരം. അതെന്താ അവര് കരി തിന്നുന്നത്? അവര് കമ്പും തിന്നുന്നുണ്ടല്ലോ. അവർക്കെന്താ മുത്തശ്ശി പേസ്റ്റ് ഇല്ലേ? പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല മക്കളെ, ഉമിക്കരിയും വേപ്പിന്റെ കമ്പും ജൈവമാണ്, രാസവസ്തു കലരാത്തത്. അതുകൊണ്ട് പല്ല് തേച്ച പല്ലിനും മുളയ്ക്കും നല്ല ദൃഢതയും തിളക്കവും ഉണ്ടാകും. മുത്തശ്ശി അതെന്താ വരാന്തി കാണുന്നത്? അത് അമ്മിയും കുട്ടിയും. അമ്മയും കുട്ടിയോ? അതെന്താ സാധനം? അത് അരയ്ക്കാൻ, കറികൾ ഉണ്ടാക്കാൻ അരക്കണ്ടേ? അതിന് അരക്കുന്നത് മിക്സി ഉണ്ടല്ലേ? അതൊന്നും ഇല്ലാത്ത കാലത്ത് അമ്മിയുടെ മോൾ തേങ്ങയും മറ്റും വെച്ച് അരയ്ക്കുന്നില്ലേ? അങ്ങനെ അരയ്ക്കുന്നത് കൊണ്ടാ പണ്ടത്തെ പെണ്ണുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്നത്. വാ നമുക്ക് കാണണ്ടേ? വാ മക്കളെ. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ? മോനൊരു കൂട്ടം തരാം, മോൻ കരയണ്ട കേട്ടോ. വാ. മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഏതൊക്കെയാ? കൊള്ളാം കൊള്ളാം. നിർത്ത് മക്കളെ, അതൊന്നുമല്ല മക്കളെ. കാമ്പും കൂമ്പും ചേനയും ചേമ്പും താളും തകരിയും അതൊക്കെയാ നല്ല ഭക്ഷണങ്ങൾ. പിന്നെ ഇലക്കറികളും. മക്കളെ വാ, നമുക്ക് ആ വയലുകൾക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. പാർലറിലെ ആദ്യ പ്രദർശനം ഇവിടെ അവസാനിക്കുന്നു. എത്ര പെട്ടെന്നല്ലേ സമയം പോയത്. എത്ര മനോഹരമാണ് മുത്തശ്ശിയുടെ വാക്കുകൾ. നമ്മളറിയാതെ എത്ര കാര്യങ്ങളാ മുത്തശ്ശി പറഞ്ഞു തന്നത്.
നമുക്ക് സ്വന്തമായൊരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ ദിവസം എത്ര എത്ര കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പകർത്താൻ കഴിഞ്ഞേനെ. സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും മുത്തശ്ശിമാർ വേണ്ടതല്ലേ? നമ്മളെ മുത്തശ്ശിമാർ എവിടെ? നമ്മൾ മാത്രമായി ചുരുങ്ങാതെ ഈ ലോകത്തിനൊപ്പം വലുതാവണം. അതിന് പഴയ കാലത്തിന്റെ നന്മയൂറുന്ന അനുഭവങ്ങൾ കൂടിയേ തീരൂ. നമ്മുടെ അണുകുടുംബത്തെ നമുക്ക് മാറ്റിയെടുക്കണം. അതിന് നമ്മുടെ മുത്തശ്ശിമാരെ കണ്ടെത്തിയേ പറ്റൂ. മുത്തശ്ശി